തെരഞ്ഞെടുപ്പ് ചൂടിനിടെ സജീവ ചർച്ചയായിരിക്കുന്ന വിഷയമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ കരുവന്നൂർ കേസ് ഉൾപ്പെടെ ഉയർത്തി കാണിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വാർത്താരംഭം അടുത്തതായി പരിശോധിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെയും ED ചോദ്യം ചെയ്യും എന്ന വാർത്തയാണ്. 10 മണിക്ക് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ MM വർഗീസ് പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ട് ഇല്ല എന്ന് മൊഴി നൽകിയിരുന്നു. ഡാനി പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രി നേതാക്കളുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കൃത്യമായി EDക്ക് മുന്നിൽ ആവശ്യപ്പെടുന്നവരെല്ലാം ഹാജരാകുന്നുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ടല്ലോ. ഇന്ന് 10 മണിക്ക് തന്നെ നേതാക്കൾ EDക്ക് മുന്നിൽ എത്തും എന്നാണോ കരുതേണ്ടത്? ഡാനി, ഇന്ന് 10 മണിക്ക് തന്നെ നേതാക്കൾ EDക്ക് മുന്നിൽ എത്തും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ്, ഇന്ന് 10 മണിക്ക് 10 മണിയോടുകൂടി തന്നെ PK ബിജു അതോടൊപ്പം തന്നെ MM വർഗീസ് തുടങ്ങിയവർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നൽകിയ നോട്ടീസിൽ ഇവർ പ്രതികരിച്ചിരുന്നു, ഇവർ ഹാജരായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇക്കുറിയും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നും PK ബിജുവിനോടും MM വർഗീസിനോടും അവർ നേരത്തെ ഹാജരായത് 2 വ്യത്യസ്ത ദിവസങ്ങളിലായിരുന്നു. പക്ഷെ ഇന്ന് രണ്ടുപേർക്കും ഇതേ ദിവസം തന്നെയാണ് നൽകിയിരിക്കുന്നത്. PK ഷാജനും അന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടുപേരോടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അവർ ഹാജരാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 നോട്ടീസിനും വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇവർ മറുപടി നൽകുകയും ഇവിടെ ED ഓഫീസിലേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തു. രണ്ടുപേരുടെയും ചോദ്യം ചെയ്യൽ രാത്രിയോളം തന്നെ നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം അതിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് ED കടക്കുകയാണ്. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പ് അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നു. പിന്നീട് MM വർഗീസിനെ ഇവിടെ ED ഓഫീസിൽ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ ഒരു തുടർ നടപടികളിലേക്ക് ഇനി എന്ത് എന്നതാണ് ഇനി അറിയേണ്ടത്. മറ്റ് അക്കൗണ്ടുകളിലേക്കും പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഏരിയ കമ്മിറ്റികളുടെ വിവിധ അക്കൗണ്ടുകളിലടക്കം പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ അക്കൗണ്ടുകളിലൂടെ നടത്തിയ ഇടപാടുകളും സംശയാസ്പദമാണെന്ന നിലയിലേക്കാണ് EDയുടെ ഒരു നിഗമനം ഇപ്പോഴെത്തി നിൽക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള തുടർ നീക്കങ്ങൾ ഈ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകം തന്നെയാകും. എന്നാൽ അതോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള CPM ഭാഗത്തു നിന്നുള്ള അതിന്റെ ഒരു നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെയാണ് ആ ഒരു നീക്കത്തിലേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന സെക്രട്ടറി MM ഗോവിന്ദൻ MV ഗോവിന്ദൻ അതിനോട് പ്രതികരിച്ചത് ഇത് ഒരു ആസൂത്രിതമായ നീക്കമാണ് ആദായ നികുതി വകുപ്പ് നടത്തിയിരിക്കുന്നത്. അക്കൗണ്ട് മരവിപ്പിച്ച നടപടി നീതീകരിക്കാനാവില്ല. ആ നടപടിക്കെതിരെ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ ദിവസങ്ങൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകം തന്നെയാണ്. അഭിലാഷ്, തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇത്തരം നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡാനി